ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നോടിയായി ബാലഗോകുലം കുന്നത്തുപാലം ഒളവണ്ണ ഉപനഗറിന്റെ നേതൃത്വത്തിൽ ഗോപൂജ മഹോത്സവം നടന്നു. കോഴിക്കോട് മാത്രയിൽ നടന്ന ചടങ്ങിന് മാതാ അമൃതാനന്ദമയി മഠം, കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയും ശാന്തിസുധ സേവാശ്രമം സ്വാമി ആത്മചൈതന്യയും കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ ക്ഷീരകർഷകരെയും ആദരിച്ചു. ഗോസംരക്ഷണത്തിന്റെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നോടിയായി ബാലഗോകുലം കുന്നത്തുപാലം ഒളവണ്ണ ഉപനഗറിന്റെ നേതൃത്വത്തിൽ ഗോപൂജ മഹോത്സവം നടത്തിയത്. ഡോക്ടർ നിഷിത മിഥിൻ കണ്ണന് മാലയിട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാത്തറ ഇളയടത്ത് ശശിധരൻ എന്നിവരുടെ ഗോശാലയിൽ വെച്ച് നടന്ന ചടങ്ങിന് മാതാ അമൃതാനന്ദമയി മഠം, കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയും മാത്തറ ശാന്തിസുധ സേവാശ്രമം സ്വാമി ആത്മചൈതന്യയും കാർമ്മികത്വം വഹിച്ചു. പൂർവികർ വളരെയധികം ആരാധിച്ചിരുന്ന ഗോമാതാവിനെ പുതുതലമുറ തിരസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. നമ്മുടെ വീടുകളിൽ നിന്ന് പശു എന്ന് അപ്രതീക്ഷിതമായോ അന്നു മുതൽ നമ്മുടെ ആരോഗ്യം നശിച്ചുവെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. വേദത്തെ നമ്മൾ മാതാവായിട്ട് കാണുന്നത് പോലെ, ദേഹത്തെ മാതാവായി കാണുന്ന പോലെ, ഭൂമിയെ മാതാവായി കാണുന്ന പോലെ, ദേശത്തെ മാതാവായി കാണുന്ന പോലെ ഗോവിനെ നമ്മൾ മാതാവായിട്ട് കാണാൻ പഠിപ്പിച്ച ഒരു സംസ്കൃതി 1000 ആണ്ടുകളായിട്ട് ഇവിടെ തുടരുന്നത് ഈ പശുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്. നമ്മുടെ സംസ്കാരം തന്നെ പാരമ്പര്യം ഉണ്ടായത് ഗോക്കളിൽ നിന്നാണ്, ഗോത്രങ്ങളാണ്. ഗോവിൽ നിന്ന് ത്രാണനം ചെയ്തുകൊണ്ടാണ് ഗോത്രങ്ങളുണ്ടായത്. ആ ഒരു സംസ്കൃതിയും പാരമ്പര്യവുമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ഇത് എന്നാണോ നമ്മൾ വിട്ടത് അന്ന് ഇവിടെ നാശം തുടങ്ങിയെന്ന് പറയാം. പശുവിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും അമ്മയെ പൂജിക്കും പോലെ പശുവിനെ പൂജിക്കണമെന്നും സ്വാമി ആത്മചൈതന്യ പറഞ്ഞു. പശുവിൻ്റെ പ്രാധാന്യം ഈ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷിയാണെങ്കിലും ക്ഷേത്രപൂജകളാണെങ്കിലും പശു ഇല്ലാതെ ഒന്നും തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമമായ സത്യം. അതുകൊണ്ട് ഗോപൂജ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അമ്മയെ പൂജിക്കുന്നത് പോലെ തന്നെ പശുവിനെയും പൂജിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചടങ്ങിൽ ക്ഷീര കർഷകരെയും ആദരിച്ചു. ബാലഗോകുലം ജില്ലാ ഉപാധ്യക്ഷൻ KP ഷാജി, കുന്നത്തുപാലം ശ്രീകൃഷ്ണ ജയന്തി കാര്യദർശി ജിനേഷ് ലാൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.